നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടും ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ രഹസ്യ റിപ്പോർട്ട്. 2 ആണവ കേന്ദ്രങ്ങളുടെ കവാടങ്ങൾ മാത്രമാണ് തകർന്നത് എന്നാണ് പെന്റഗൺ റിപ്പോർട്ടിലുള്ളതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ റിപ്പോർട്ട് അപൂർണവും പ്രാഥമികവുമാണെന്നും നേറ്റോ ഉച്ചകോടിയിൽ ട്രംപ് വ്യക്തമാക്കി. സംഘർഷം അവസാനിച്ചതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറിലെ ചർച്ച അടുത്തയാഴ്ച വീണ്ടും തുടങ്ങും. 5 പേജുള്ള പെന്റഗൺ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ചിട്ടും ഇറാനിലെ 2 ആണവ കേന്ദ്രങ്ങളുടെ കവാടങ്ങൾ മാത്രമാണ് തകർക്കാനായത്. എന്നാൽ ഭൂഗർഭ ആണവ നിലയങ്ങൾ തകർക്കാനായില്ല. ആക്രമണത്തിനു മുൻപ് സമ്പുഷ്ട യുറേനിയം ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ താവളത്തിലേക്ക് മാറ്റി. ഇനി വേണമെങ്കിലും മാസങ്ങൾ കൊണ്ട് ഇറാന് ബോംബുണ്ടാക്കാനാകും. ഇപ്പോഴത്തെ ആക്രമണം ആണവ പദ്ധതികൾ വൈകിപ്പിക്കുക മാത്രമേയുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ട് അപൂർണവും പ്രാഥമികവുമാണെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ പതിറ്റാണ്ടുകൾ പിറകോട്ട് നയിച്ചുവെന്ന് നാറ്റോ ഉച്ചകോടിയിലും ട്രംപ് വ്യക്തമാക്കി. റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും റിപ്പോർട്ട് പ്രാഥമികമാണെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ പ്രതികരണം. ഇറാന്റെ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാന് ആണവ സാങ്കേതിക ജ്ഞാനമുണ്ടെന്നത് വസ്തുതയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി വ്യക്തമാക്കി. ശത്രുവിന് കടുത്ത ശിക്ഷ നൽകിയെന്നും വിജയം ഇറാനാണെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കാത്തിരിപ്പുകൾക്കൊടുവിൽ ബഹിരാകാശത്തേക്ക് കുതിച്ച് ശുഭാംശു ശുക്ലയും സംഘവും. ഇന്ത്യൻ സമയം 12:01 ശുഭാംശു ശുക്ല അടക്കം 4 ബഹിരാകാശ യാത്രികർ ഉൾപ്പെടെ ആക്സിയം 4 ദൌത്യം. വിക്ഷേപണത്തിന് പിന്നാലെ ജയ് ഹിന്ദ് ജയ് ഭാരത് എന്നായിരുന്നു ശുഭാംശുവിന്റെ പ്രതികരണം. ബഹിരാകാശ രംഗത്തെ നാഴികക്കല്ലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും 140 കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളുമായാണ് ശുഭാംശുവിന്റെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. For 3 nations, a new chapter in space takes flight. Godspeed AX4. ചരിത്രമെഴുതി ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൌത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനായി ശുഭാംശു ശുക്ല മാറും. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ശുഭാംശു അടക്കം 4 പേരുടെ യാത്ര. ദൌത്യത്തിന്റെ ആദ്യ 2 ഘട്ടങ്ങളും വിജയം. റോക്കറ്റിൽ നിന്ന് വേർപെട്ട ഡ്രാഗൺ പേടകം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. നാസ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ ഹ്യൂമൻ സ്പേസ് മിഷൻ ഡയറക്ടറുമായ പെഗി വിറ്റ്സണാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ശുഭാംശുവാണ് പൈലറ്റ്. പോളണ്ടിൽ നിന്നുള്ള സ്വാവോസ് ഉസ്നാൻസ്കി വിസ്നെവ്സ്കിയും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബുവുമാണ് മിഷൻ സ്പെഷ്യലിസ്റ്റുകൾ. നാളെ വൈകിട്ട് 4:30 യാത്രാസംഘം ബഹിരാകാശ നിലയത്തിൽ എത്തും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുന്നത്. നേരത്തെ 6 തവണ വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. ആക്സിയം സ്പേസ്, ISRO, നാസ, സ്പേസ് എക്സ് സംയുക്ത ദൌത്യമാണ് ആക്സിയം 4. 550 കോടി രൂപയാണ് ദൌത്യത്തിനായി ഇന്ത്യ ചെലവിടുന്നത്. റിസർച്ച് ഡെസ്ക് 24. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഓൺ-സൈറ്റ് മെഡിക്കൽ സേവനദാതാവായ റെസ്പോൺസ് പ്ലസ് മെഡിക്കലിന്റെ മേൽനോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന എമർജൻസി മെഡിക്കൽ ഉച്ചകോടി നാളെ റിയാദിൽ നടക്കും. റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ ഷംഷീർ വയലൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൗദിയിലെ അടിയന്തര മെഡിക്കൽ സേവന രംഗത്തെ മുന്നേറ്റങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിൽ എമർജൻസി മെഡിക്കൽ സേവന മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കും. കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടന കാലത്ത് മക്ക മെട്രോ റെയിൽ സേവനം പ്രയോജനപ്പെടുത്തിയ 3 ദശലക്ഷം ഹാജിമാരുടെ എമർജൻസി ആരോഗ്യ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച സ്ഥാപനമാണ് റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ. ഇതിൻ്റെ മുന്നണിയിൽ പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരും വിദഗ്ധരും ഹജ്ജ് കാല അനുഭവങ്ങൾ സമ്മേളനത്തിൽ പങ്കുവെക്കും. റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ ഷംസീർ വയലിൽ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭാവി പരിപാടികൾ വിശദീകരിക്കും. സൗദിയിലെ ആദ്യ സമഗ്ര എമർജൻസി മെഡിക്കൽ ഉച്ചകോടിയാണ് ഇതെന്ന് സൗദി RPM CEO ബനീഷ് അബ്ദുള്ള അറിയിച്ചു. 24 റിയാദ്. നാട്യാഞ്ജലി 2ാം വാർഷികാഘോഷം മുദ്ര 2025 എന്ന പേരിൽ അജ്മാൻ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിൽ വെച്ച് നടന്നു. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് വിനായക S. അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത നൃത്ത അധ്യാപകരായ അമർ ചന്ദ്രശേഖരന്റെയും അനുപമ അമർ ചന്ദ്രശേഖരന്റെയും ശിക്ഷണത്തിലുള്ള 50ഓളം പേർ നൃത്തം അവതരിപ്പിച്ചു. ഹിജ്റ പുതുവർഷത്തോടനുബന്ധിച്ച് പാർക്കിംഗ് സൗജന്യം പ്രഖ്യാപിച്ച ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഹിജ്റ പുതുവർഷം പ്രമാണിച്ച് വെള്ളിയാഴ്ച അധികൃതർ ദുബായിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു.
ദുബായിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഒഴികെ എല്ലാ പൊതു പാർക്കിംഗ് സോണുകളിലും ഫീസ് സൗജന്യമായിരിക്കുമെന്നാണ് RTA പ്രഖ്യാപിച്ചിരിക്കുന്നത്. കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ, പെയ്ഡ് പാർക്കിംഗ് സോണുകൾ, പൊതു ബസ്സുകൾ, മെട്രോ, ട്രാം, മറൈൻ ട്രാൻസ്പോർട്ട് സർവീസുകൾ, വാഹന സാങ്കേതികത പരിശോധനാ കേന്ദ്രങ്ങൾ എന്നിവയുടെ പുതുക്കിയ സമയക്രമവും RTA പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് മെട്രോ വെള്ളിയാഴ്ച രാവിലെ 5 മുതൽ ശനിയാഴ്ച പുലർച്ചെ 1 മണി വരെ പ്രവർത്തിക്കും. ദുബായ് ട്രാം രാവിലെ 6 മുതൽ ശനിയാഴ്ച പുലർച്ചെ 1 മണി വരെയാണ് സർവീസ് നടത്തുക. ബസ്സുകൾ, മറൈൻ ട്രാൻസ്പോർട്ട് എന്നിവയുടെ സമയക്രമം അറിയുന്നതിന് എസ്ഹൈൽ ആപ്പ്, വെബ്സൈറ്റ് എന്നിവ പരിശോധിക്കണമെന്നും RTA ആവശ്യപ്പെട്ടു. 28 മുതൽ സാധാരണ പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. വേൾഡ് മലയാളി കൌൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയണിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. 2025-27 ഭാരവാഹികളാണ് ദുബായിൽ ചുമതലയേറ്റത്. മിഡിൽ ഈസ്റ്റ് ചെയർമാനായി സക്കീർ ഹുസൈൻ, പ്രസിഡന്റായി സുധീർ സുബ്രഹ്മണ്യൻ, സെക്രട്ടറി ഇൻചാർജായി അരുൺ ജോർജ് എന്നിവർ സ്ഥാനം ഏറ്റെടുത്തു. ട്രഷററായി ജേക്കബ് തോമസ്, വൈസ് പ്രസിഡന്റ് അഡ്മിനായി സിബി തോമസ്, വിമൻസ് ഫോറം പ്രസിഡന്റായി നസീല ഹുസൈൻ, വിമൻസ് ഫോറം സെക്രട്ടറിയായി ജോഷില ഷാബു, വിമൻസ് ഫോറം ട്രഷററായി ടിസി ജോൺ എന്നിവരും സ്ഥാനമേറ്റു. പ്രദീപ് പൂഗാടൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഷാർജ പോലീസ് മേജർ ഡോക്ടർ സാലി ജുമ മുഹമ്മദ് ബെൽഹാജ്, എമിറാത്തി മൂവി ആക്ടർ അബ്ദുള്ള ജഫാലി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ഒമാനിലെ സലാലയിൽ ഇളനീർ കടകളിൽ പരിശോധനയുമായി അധികൃതർ. സുരക്ഷിതമായ ഉപഭോക്തൃ വിപണി ഉറപ്പുവരുത്തുന്നതിനും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായാണ് പരിശോധന. 56 സ്റ്റാളുകളിൽ പരിശോധന നടത്തുകയും നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ദോഫാർ ഗവർണറേറ്റിലെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം, ദോഫാർ മുനിസിപ്പാലിറ്റിയുടെയും ലേബർ ഡയറക്ടറേറ്റ് ജനറൽ എന്നിവയുടെയും ഏകോപനത്തോടെയാണ് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത്. വാഴപ്പഴം പഴുപ്പിക്കാനായി ഉപയോഗിച്ചുവെന്ന് കരുതുന്ന നിരോധിത രാസവസ്തുക്കൾ ഉൾപ്പെടെയാണ് അധികൃതർ പരിശോധനയിൽ പിടിച്ചെടുത്തത്. കൂടാതെ ഇളനീരടക്കമുള്ള പാനീയങ്ങളിൽ നിയമവിരുദ്ധമായി പഞ്ചസാര ചേർക്കുന്നതായി കണ്ടെത്തിയ വ്യക്തികളെയും പിടികൂടിയിട്ടുണ്ട്. സുരക്ഷയും പൊതു ശുചിത്വ മാനദണ്ഡങ്ങളും പാലിക്കാത്തതിനാൽ തേങ്ങ മുറിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന 52 മരമേശകൾ നീക്കം ചെയ്തു. അവബോധം വളർത്തുക, അനുചിതമായ വാണിജ്യ രീതികൾ തടയുക, ഉപഭോക്താക്കളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ഈ ക്യാമ്പയിൻ എന്ന് അതോറിറ്റി അറിയിച്ചു. ഉപഭോക്താക്കൾക്കുള്ള വില വിവര പട്ടിക കൃത്യമായി പ്രദർശിപ്പിക്കാതിരിക്കുക, അംഗീകൃത ആരോഗ്യ സാങ്കേതിക ആവശ്യങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയ്ക്ക് 10 സ്റ്റാളുകൾ അടച്ചുപൂട്ടാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഒമാൻ. ഭാരതാംബ ചിത്ര വിവാദത്തിൽ സംഘർഷഭൂമിയായി കേരള സർവകലാശാല ആസ്ഥാനം. സെനറ്റ് ഹാളിൽ വെച്ച് ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്നാണ് സംഘർഷം. SFI, KSU പ്രവർത്തകരുടെ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം. വിവരമറിഞ്ഞ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ച് രജിസ്ട്രാറും ചിത്രം മാറ്റണമെന്ന നിലപാടെടുത്തു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് പരിപാടി റദ്ദാക്കിയതായി അറിയിപ്പ് വന്നു. ഇക്കാര്യത്തിൽ നിയമപരമല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് അടിയന്തരമായിട്ട് ഇതൊരു പൊതുസ്ഥാപനം, യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ അടിയന്തരമായി അതിന്മേൽ നടപടി സ്വീകരിക്കണം എന്ന് രജിസ്ട്രാർക്ക് സിൻഡിക്കേറ്റിൻ്റെ മെമ്പർമാരടങ്ങുന്ന സംവിധാനം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് രാജ്ഭവൻ നിലപാടെടുത്തതോടെ സംഘർഷം ആരംഭിച്ചു. പ്രതിഷേധിക്കാൻ ആരംഭിച്ച SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സെനറ്റ് ഹാളിനുള്ളിൽ കയറി പ്രതിഷേധിച്ച KSU പ്രവർത്തകരും സംഘാടകരും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധം തുടരുന്നതിനിടെ മറ്റൊരു വഴിയിലൂടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യോഗവേദിയിലെത്തി. വിവാദ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രസംഗത്തിനിടെ പ്രതിഷേധക്കാർക്ക് രൂക്ഷ വിമർശനം. അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രതിഷേധമെന്ന ഗവർണർ. Even today's program, I did not understand why there was opposition to speak. Is this an emergency, undeclared emergency in the country or in the state? If you are speaking something, you must allow everybody to speak. Listen to that. And if you have really some substance, counter that. പുറകുവശം വഴിയാണ് ഗവർണർ തിരികെ മടങ്ങിയത്. തുടർന്നും പ്രതിഷേധം തുടരുമെന്ന് SFI അറിയിച്ചു. 24 തിരുവനന്തപുരം. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ നിലപാട് അറിയിക്കാൻ സർക്കാർ നിലപാട് വ്യക്തമാക്കി ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകും. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഗവർണറെ അറിയിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ നിലപാട് അറിയിക്കാൻ തീരുമാനിച്ചത്.
നിയമോപദേശം കൂടി പരിഗണിച്ചാണ് നിലപാടറിയിച്ച് കത്ത് നൽകുന്നത്. മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് കത്തെഴുതും. സർക്കാർ പരിപാടികളിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും ബിംബങ്ങളും ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഭരണഘടന പാലിച്ചുകൊണ്ട് പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കും. രാജ്ഭവനിലെ ചിത്രവിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാവുന്നതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് അഭ്യർത്ഥിച്ച് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ അയച്ചിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ചിഹ്ന വിവാദത്തിന് രാഷ്ട്രീയ പ്രതിരോധം എന്നതിനപ്പുറം കത്തുകൊണ്ട് കാര്യമായ ഫലമുണ്ടാകില്ലെന്നാണ് ഭരണരംഗത്തുള്ളവരുടെ അഭിപ്രായം. കത്തിനു പകരം ഉത്തരവാണ് മന്ത്രിസഭയിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നതാണ് അവരുടെ അഭിപ്രായം. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. മോദി സ്തുതിയിൽ കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ ആകാശം വിസ്തൃതമെന്നും പറക്കാൻ ആരുടെയും അനുമതി വേണ്ടെന്നും ഡോക്ടർ ശശി തരൂർ MP-യുടെ മറുപടി. ചിലർക്ക് ആദ്യം മോദിയാണെന്നും എന്നാൽ തങ്ങൾക്ക് അത് രാജ്യമാണെന്നുമായിരുന്നു തരൂരിനെ ഉന്നമിട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരിഹാസം. പറയുന്ന കാര്യങ്ങളിൽ അവനവന് ബോധ്യമുണ്ടാകണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. തുടർച്ചയായ മോദി പ്രശംസയിൽ തരൂരും കോൺഗ്രസ് ദേശീയ നേതൃത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. തരൂരിന്റെ ഇംഗ്ലീഷ് വായിച്ചു മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞൊഴിഞ്ഞെങ്കിലും തുടർ ചോദ്യങ്ങളിൽ AICC അധ്യക്ഷൻ നിലപാട് കടുപ്പിച്ചു. നടപടിയെടുക്കാൻ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് എന്തിന് പേടിക്കണമെന്ന് ഖാർഗെയുടെ മറുപടി. अपना दिमाग खराब नहीं करना चाहते या उसमें हमारा दिमाग लगाना नहीं चाहते. डर रहे कर रहे किसके लिए डरते हैं? पार्टी है हमारी. പറയുന്ന കാര്യങ്ങളിൽ അവനവന് ബോധ്യമുണ്ടാകണമെന്നായിരുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. അത് അവരവർ ചിന്തിക്കേണ്ടതാണ്. താൻ പറയുന്നത് എന്താണെന്നുള്ളത് അവരവർ സ്വയം ചിന്തിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ള വേദിയുണ്ട് കോൺഗ്രസിനകത്ത്. അകത്തുണ്ട്, ചർച്ച ചെയ്യേണ്ടതാണ്. ബാക്കി കാര്യങ്ങൾ അവരവർ സ്വന്തം തീരുമാനിക്കേണ്ടതാണ്. നേതാക്കന്മാരുടെ പ്രതികരണത്തിന് പിന്നാലെ ശശി തരൂരിന്റെ എക്സിലൂടെയുള്ള മറുപടി. പറക്കാൻ ആരുടെയും അനുമതി വേണ്ടെന്നും ആകാശം വിസ്തൃതമാണെന്നുമാണ് തരൂരിന്റെ എക്സ് പോസ്റ്റ്. താൻ BJP-യിലേക്കില്ലെന്നും തന്റെ ലേഖനം ദേശീയ ഐക്യത്തെക്കുറിച്ചാണെന്നുമായിരുന്നു രാവിലെ ശശി തരൂരിന്റെ വിശദീകരണം. 24, ഡൽഹി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണച്ചതിനെ ചൊല്ലി വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണഞ്ഞിട്ടുണ്ടെന്ന് കേരള അമീർ P. മുജീബ് റഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നുവെന്ന് കരുതുന്നില്ല എന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ഇതിനു മുൻപും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് നിലമ്പൂരിന്റെ നിയുക്ത MLA ആര്യാടൻ ഷൌക്കത്തും പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF പ്രചാരണങ്ങൾക്കുള്ള മറുപടിയുമായാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി CPIM വർഗീയ പ്രചാരണം നടത്തിയെന്ന് കേരള അമീർ മുജീബ് റഹ്മാൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കുമോ എന്നത് വെൽഫെയർ പാർട്ടി തീരുമാനിക്കുമെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അല്ലല്ലോ പിന്തുണ കൊടുത്തത്, വെൽഫെയർ പാർട്ടിയാണല്ലോ പിന്തുണ കൊടുത്തത്. അതുകൊണ്ട് അത് വെൽഫെയർ പാർട്ടിയോടാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളും ആദർശങ്ങളും പഴയതു തന്നെ, അതിൽ മാറ്റം വന്നിട്ടില്ലെന്ന് AP അബൂബക്കർ മുസ്ലിയാർ. മാറ്റം വന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഒരു നേതാവിനെ തള്ളി പറഞ്ഞത് കൊണ്ട് മാത്രം ആയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ന്യായീകരിച്ച് ആര്യാടൻ ഷൌക്കത്ത്. ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പിന്തുണക്കുന്ന ആരുമായും സഹായിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ്. UDF മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആര് സഹായിക്കാൻ തയ്യാറായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ CPIM UDF-നകത്ത് കത്തിക്കാൻ ശ്രമിച്ച വിഷയം ഇപ്പോഴും പുകയുന്നുണ്ടെന്ന് ചുരുക്കം. 24, മലപ്പുറം. ഇറാൻ-ഇസ്രയേൽ സംഘർഷം വെടിനിർത്തലിലെത്തിയതിന് പിന്നാലെ ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നതായി സൂചന. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ദോഹയിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. 2017 ഗൾഫ് ഉപരോധത്തിൽ കലാശിച്ച വർഷങ്ങൾ നീണ്ട GCC രാജ്യങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ അവസാനിപ്പിച്ച് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഖത്തറിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഖത്തർ അമീറിനെ ഫോണിൽ ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം അറിയിച്ചത് നയതന്ത്ര തലത്തിലെ പതിവ് കീഴ്വഴക്കത്തിനുപരിയായ ഐക്യപ്പെടലിന്റെ മറ്റൊരു രാഷ്ട്രീയ മാറ്റമായി വിലയിരുത്തുന്നവരുണ്ട്. ഇറാനെയും ഇസ്രായേലിനെയും സമദൂരത്തിൽ നിർത്തി ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയെന്ന പുതിയൊരു രാഷ്ട്രീയ സമവാക്യം മേഖലയിൽ ഉരുത്തിരിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.
ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടവും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ഈ ദിശയിലേക്കുള്ള സൂചനകളാണെന്ന് ചില അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനും ഇസ്രായേലിനുമിടയിൽ ഒരാഴ്ചയിലേറെ നീണ്ടുനിന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ സൈനിക ശേഷിയുടെ ശക്തി ദൗർബല്യങ്ങൾ ലോകത്തിന് മനസ്സിലാക്കിക്കൊടുത്ത അപൂർവ സന്ദർഭം കൂടിയായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പരസ്പര ഐക്യം ശക്തിപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങൾ പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന് ശ്രമിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം ഇത്തരമൊരു ഫോർമുല ഗൾഫ് രാജ്യങ്ങളിൽ പ്രാവർത്തികമാവണമെങ്കിൽ ട്രംപിന്റെ തീരുമാനങ്ങളും തുടർ നടപടികളും നിർണായകമായിരിക്കും. ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ ട്രംപിന് സാധിക്കുകയാണെങ്കിൽ അബ്രഹാം അക്കോർഡിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രാഷ്ട്രീയ സമവാക്യം മധ്യേഷ്യയിൽ രൂപപ്പെടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇറാനുമായി ബന്ധം പുലർത്താതെയും ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള കരാറുകളും ഉണ്ടാക്കാതെയും ഗൾഫ് രാജ്യങ്ങൾക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ അത് മേഖലയിൽ വലിയ വഴിത്തിരിവാകുമെന്നാണ് സൂചന. GCC രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ശക്തമാകുന്നത് മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകും. എന്നാൽ അത് പ്രാവർത്തികമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. അൻവർ പാലേരി, 24 ദോഹ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ശുചിമുറിയുടെ ചുമറിടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കോഴിക്കോട് മാവൂരിലും ഇടുക്കി മാങ്കുളത്തും റോഡിടിഞ്ഞു താഴ്ന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ശക്തമായ മഴയിൽ ഇരിങ്ങാലക്കുട കാറളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമറിടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. നെടുമ്പള്ളി വീട്ടിൽ ബൈജുവാണ് മരിച്ചത്. കോഴിക്കോട് മാവൂർ അങ്ങാടിക്ക് സമീപം കനത്ത മഴയിൽ റോഡിന്റെ അരികിടിഞ്ഞ് ടിപ്പർ ലോറി മറിഞ്ഞു. ആളപായമില്ല. ഇടുക്കി മാങ്കുളം റോഡിലെ കലിങ്ക് പൂർണ്ണമായും ഇടിഞ്ഞു. പാമ്പുംകയം താളുംകണ്ടം റോഡാണ് ഇടിഞ്ഞത്. മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. മലപ്പുറം ജില്ലയിൽ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. പൂക്കോട്ടുംപാടം മൂച്ചിക്കൽ പാലത്തിന് മുകളിലൂടെ വെള്ളം കയറി. കോഴിക്കോട് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഇടവിട്ടുള്ള കനത്ത മഴ തുടരുന്നു. പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണുണ്ടായത്. ദുരന്തബാധിത പ്രദേശത്തെ 3 വാർഡുകളിലെ എല്ലാ കുടുംബങ്ങൾക്കും ധനസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമുയർന്നു. ADM കെ ദേവകിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് പ്രതിഷേധം അവസാനിച്ചത്. കലങ്ങിമറിഞ്ഞ് ഒഴുകുകയാണ് പുന്നപ്പുഴ. ഇന്നലെയും ഇന്നുമായി പെയ്യുന്ന കനത്ത മഴയാണ് കാരണം. നേരത്തെ ഉരുൾപൊട്ടി മണ്ണിടിഞ്ഞ പുഞ്ചിരിമട്ടം വനറാണി എസ്റ്റേറ്റ് ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പുഞ്ചിരിമട്ടം റോഡിലും അട്ടമല റോഡിലും സ്കൂൾ, പുതിയ വില്ലേജ് റോഡുകളിലും വെള്ളം കയറി. രാവിലെ ജോലിക്ക് പോയവരെ ജീപ്പിലും മറ്റുമായി തിരികെ എത്തിച്ചു. സ്ഥലത്ത് സർക്കാരിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കനത്ത പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ തടഞ്ഞു. നിലവിൽ മഴ പെയ്ത അവിടെ പണിയില്ല ഇവിടുത്തെ നാട്ടുകാർക്ക്. അത് എന്നും പറയുന്നത്. അപ്പോൾ ഒരു പറയുന്നത് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് പണിയെടുക്കാലോ, അല്ലെങ്കിൽ നിങ്ങൾ കല്ലിൻ്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ ഡെയിലി ചോദിക്കുന്നതാ. വില്ലേജ് ഓഫീസർ ഈ നേരം വരെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ഉരുൾ പൊട്ടിയിട്ട് വന്ന കല്ലും മരം ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരാം, ഇതൊക്കെ ഉണങ്ങിപ്പോൾ ഡ്രൈവ് ആയി പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വ ആനുകൂല്യം വില്ലേജ് ഓഫീസറാണ് മുടക്കിയുള്ളത്. നമ്മളത് പട്ടിണിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി. ADM കെ ദേവകി നടത്തിയ ചർച്ചയിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ദുരന്തത്തിന്റെ സമയത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഈ 3 വാർഡിലും ജീവിച്ചിരുന്ന എല്ലാവർക്കും കൊടുക്കും. അത് 3 വാർഡിലും മാഡം അതിന് ഇനി എന്ത് ചെയ്യരുത്? ഇവരുടെ കയ്യിൽ നിന്നും സത്യവാങ്മൂലം കിട്ടുന്നത് വരെ കാത്തു നിൽക്കുക. പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായില്ലെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 100 മില്ലിമീറ്ററിന് മുകളിലാണ് പ്രദേശത്ത് മഴ പെയ്തത്. 24 വയനാട്.
കാട്ടാനക്കരയിൽ സംസ്ഥാനത്ത് ഒരു മരണം കൂടി. നിലമ്പൂർ വാണിയമ്പുഴ ഉന്നതിയിലെ 46 വയസ്സുള്ള ബില്ലിയാണ് കൊല്ലപ്പെട്ടത്. ചാലിയാറിന് അക്കരെയുള്ള ഉന്നതിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുവരാൻ പോയ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ടു. ചാലിയാറിലെ അതിശക്തമായ ഒഴുക്കിനെ തുടർന്ന് മൃതദേഹം ഇപ്പോഴും ഇക്കരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. 2019 പ്രളയത്തിൽ വീട് തകർന്നതിന് ശേഷം താൽക്കാലിക കുടിലാണ് ചാലിയാർ പുഴയ്ക്കക്കരെയുള്ള വാണിയമ്പുഴ ഉന്നതിയിൽ ബില്ലിയും കുടുംബവും താമസിച്ചിരുന്നത്. കൂണുപറിക്കാൻ പോയ ബില്ലിയെ വൈകിട്ട് വരെയും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കാട്ടാന ചവിട്ടി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പരിസരത്ത് തന്നെ ആന നിലയുറപ്പിച്ചിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് ആനയെ ഇവർ അകറ്റിയത്. ചാലിയാറിൽ അതിശക്തമായ കുത്തൊഴുക്കാണ്. ക്രമാതീതമായി ജലനിരപ്പും ഉയരുന്നു. മൃതദേഹം ഇക്കരെ എത്തിക്കാൻ പോയ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ടു. 6 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒരു നാട്ടുകാരനുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരെങ്കിലും തുരുത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ രക്ഷിക്കാൻ NDRF സംഘം സ്ഥലത്തെത്തി. ബില്ലിയുടെ മൃതദേഹം നാളെ മാത്രമായിരിക്കും ഇക്കരെ എത്തിക്കാൻ കഴിയുക. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 24 മലപ്പുറം. കരുനാഗപ്പള്ളി അഴീക്കൽ തീരത്ത് വീണ്ടും ചാക്കുകെട്ടുകൾ കരക്കടിഞ്ഞു. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന 100ഓളം ചാക്കുകളാണ് കണ്ടെത്തിയത്. കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തായ പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ഇതെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. ആലപ്പാട് പഞ്ചായത്തിലെ അഴീക്കലിന് സമീപം സമിതിമുക്കിലാണ് ചാക്കുകൾ കരക്കടിഞ്ഞത്. അഴീക്കൽ മുതൽ അമൃതപുരി വരെ 100ഓളം ചാക്കുകൾ കണ്ടെത്തി. പരിശോധനയിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണിവയെന്ന് തിരിച്ചറിഞ്ഞു. കടലിൽ മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തായതാണെന്നാണ് വിവരം. ഓച്ചിറ പോലീസും മറ്റധികൃതരും സ്ഥലത്തെത്തി. കടലിൽ വീണ കണ്ടെയ്നറുകൾ ശേഖരിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ കരാർ കമ്പനി ചാക്കുകൾ ശേഖരിച്ചു തുടങ്ങി. ഡ്രോൺ നിരീക്ഷണത്തിൽ കൂടുതൽ ചാക്കുകൾ കണ്ടെത്തിയെന്ന കമ്പനി അധികൃതർ. ഇത് മറ്റ് ദോഷകരമായ സാധനങ്ങളൊന്നുമല്ല, പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ്. ഇത് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കൊല്ലത്ത് തന്നെ നമ്മളിത് മണലിൽ നിന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നില്ല ചാക്കോട് കൂടിയാണ്. നമ്മുടെ കയ്യിൽ സേഫ്റ്റി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമുകളുണ്ട്. ഞാൻ ട്രിവാൻഡ്രം ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ഞങ്ങളാണ് ഇതിൻ്റെ ടോട്ടൽ കോൺടാക്ട് ചെയ്തത്. ചാക്കുകൾ കൊല്ലം പോർട്ടിലേക്ക് മാറ്റി കസ്റ്റംസിന് കൈമാറും. ചാക്കുകൾ പൊട്ടി മണ്ണിൽ ചിതറിയ വസ്തുക്കൾ വേർതിരിച്ച് അരിച്ചെടുക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 24 കൊല്ലം. പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള 950 പേരുണ്ടെന്ന് NIA. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളിൽ നിന്ന് മാത്രം മുൻ ജഡ്ജി ഉൾപ്പെടെ 740 പേരുടെ പട്ടികയാണ് പിടിച്ചെടുത്തത്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ NIA നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. 24 എക്സ്ക്ലൂസീവ്. കലൂരിലെ NIA കോടതിയിൽ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി റിപ്പോർട്ട് നൽകിയത്. 950 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ തയ്യാറാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന 5 പേരിൽ വിരമിച്ച ജില്ലാ ജഡ്ജിയുമുണ്ട്. പ്രതി സിറാജുദ്ദീന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 240 പേരുടെ പട്ടിക കണ്ടെത്തി. മറ്റൊരു പ്രതി അയ്യൂബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 500 പേരുടെ പട്ടിക കണ്ടെത്തി. ആലുവ പെരിയാർ വാലിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രധാനമായും PFI ലക്ഷ്യം വെക്കുന്ന 5 പേരുടെ പട്ടികയ്ക്ക് പുറമെ 232 പേരുടെ പട്ടികയും ലഭിച്ചത്. S. ശ്യാംകുമാർ, 24 കൊച്ചി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന നിലപാടിൽ ഉറച്ച കേരള സർക്കാർ എതിർപ്പുമായി കോടതി സമീപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി വിളിച്ച യോഗത്തിൽ ABVP ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ പിന്തുണച്ചു. SFI, AASF, KSU, ABVP, AIDSO തുടങ്ങി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ മന്ത്രി വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തു. പദ്ധതിയിൽ സർക്കാർ ഒപ്പിടാത്തതിനാൽ യോഗം ബഹിഷ്കരിക്കുകയാണെന്നും പദ്ധതി നടപ്പാക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ABVP. എന്ത് തന്നെ നിലപാടെടുത്താലും PM ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കുന്നതുവരെ സമരപരിപാടികളുമായിട്ട് ABVP നിരത്തിലുണ്ടാവും. ശക്തമായ സമരവുമായിട്ട് ABVP മുന്നോട്ട് പോകും. PM ശ്രീ സംഘപരിവാർ അജണ്ടയാണെന്നും കേരളത്തിന് അർഹിക്കുന്ന തുക നൽകിയില്ലെങ്കിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർക്ക് വഴി നടക്കാനാകില്ലെന്നും SFI. PM ശ്രീ മാറ്റി നിർത്തി ഇവിടെ തരാനുള്ള ഫണ്ട്, ആ ഫണ്ട് നൽകിയില്ല എങ്കിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ ചോദ്യം ചെയ്യപ്പെടും, അവർ വഴിമുടക്കപ്പെടും. കേന്ദ്രത്തിൽ നിന്ന് 1500 കോടി രൂപയോളം ലഭിക്കാനുണ്ട്. PM ശ്രീയുടെ പേരിൽ കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല. അത് രേഖാമൂലം അറിയിക്കുന്നുമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി. 1444.46 കോടി രൂപ കിട്ടാനുണ്ട്. ഒന്നൊരെണ്ണം കൊടുത്തു. നിങ്ങൾ തന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി നൽകുന്നതിന് വേണ്ടി തരില്ലെന്ന് തന്നെ പറഞ്ഞു. PM ശ്രീ പദ്ധതിക്ക് എതിർപ്പുമായി കോടതിയെ സമീപിക്കാനാണ് സർക്കാർ നീക്കം. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.